യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ. യേശുവിലും അവൻ്റെ അതിശയ പ്രവൃത്തികളിലും വിശ്വസിച്ച് അനേകർ അവൻ്റെ സഹായങ്ങൾ അനുഭവിക്കുകയും ദൈവമാർഗത്തെപ്പറ്റി പഠിച്ച് അവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തു. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതിൻ്റെ മുഖ്യ ഉദ്ദേശം ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ അറിയിക്കുവാനും അനുഭവിപ്പാനും പാപത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നതിലേക്ക് വേണ്ടിയാണ്. എന്നാൽ ആ കാലത്തെ മതനേതാക്കന്മാർ അവൻ അസൂയപ്പെട്ടു, ഹൃദയം കഠിനപ്പെടുത്തി, യേശുക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് വിശ്വസിക്കാതെ തള്ളിക്കളഞ്ഞു. ദൈവത്തോട് കൂടുതൽ അവർ പാപം ചെയ്തു. മാത്രമല്ല, യേശുക്രിസ്തുവിനെക്കുറിച്ച് നുണകൾ പറഞ്ഞു പരത്തി അവൻ്റെ മേൽ കുറ്റം ചുമത്തി അവനെ പീഡിപ്പിച്ചു, പിടിച്ചു. പടയാളികളാൽ കഠിനമായി ഉപദ്രവിക്കപ്പെട്ട യേശുവിനെ മുള്ളിനാൽ കിരീടം പണിഞ്ഞ് തലമേൽ വെച്ച് ഉപദ്രവിച്ച് പരിഹസിച്ച് അവനെ നിസ്സാരനാക്കി. തനിക്ക് സകല മനുഷ്യരെയും നശിപ്പിക്കുവാൻ കഴിയുമായിരുന്നെങ്കിലും അവൻ തന്നെത്താൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കാരണം ഇതെല്ലാം ദൈവഹിതാനുസരണം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി താൻ അനുഭവിക്കേണ്ടതാണെന്ന് അവൻ അറിയാമായിരുന്നു. യേശുവിൻ്റെ ക്രൂശീകരണം. യേശുവിനെ അവർ പരിഹസിച്ച് മുറിവേൽപ്പിച്ചതിന് ശേഷം അവൻ്റെ മരക്കുരിശിൽ കൈകാലുകളിൽ ആണിയടിച്ച് തറച്ച് കൊന്നു. ആ മരക്കുരിശിൽ അവൻ മരിക്കുവോളം അവർ അവനെ തൂക്കി. അന്ന് കുറ്റവാളികളെ ഇങ്ങനെ കഠിനമായി ശിക്ഷിക്കുക പതിവായിരുന്നു. 2 കള്ളന്മാരെയും അവനോടൊപ്പം ഇടത്തും വലത്തുമായി ക്രൂശിച്ച് അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണിയെന്ന് വരുത്തി. എന്നാൽ ഒരു കുറ്റവും ചെയ്യാത്ത യേശു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ കാൽവരി കുരിശിൽ ഏറ്റെടുത്തു. ഒരു വ്യത്യാസവുമില്ലാതെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിരുന്ന നമ്മുടെ പാപത്തിനു വേണ്ടി നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്കെല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ താൻ വഹിച്ചു. നാം പാപികളാണെന്ന് വിശ്വസിച്ച് സമ്മതിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവം ക്രിസ്തുയേശു മുഖാന്തരം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. ഉയർത്തെഴുന്നേൽപ്പ്. അവൻ്റെ സ്നേഹിതന്മാർ അവൻ്റെ ശരീരത്തെ കുരിശിൽ നിറക്കി അവൻ്റെ മരണശേഷം അടക്കം ചെയ്തു. ഒരു വലിയ കല്ല് ഉരുട്ടി അതിൻ്റെ വാതിൽ അടച്ച് മുദ്ര വച്ചു. പടയാളികൾ കാവൽ നിന്നു. അവൻ്റെ ശത്രുക്കൾ അതോടെ യേശുവിനെ നശിപ്പിച്ചെന്ന് കരുതി. 3-ാമത്തെ ദിവസം അന്നത്തെ ആചാരമനുസരിച്ച് അവൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശുവാൻ ചില സ്ത്രീകൾ അതിരാവിലെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയിലെ വാതിലെ മാറിയിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. 2 ദൂതന്മാർ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് യേശു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു, അവനിവിടെ ഇല്ല എന്നറിയിച്ചു. അതെ, യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ അവൻ ദൈവമാണെന്ന് തെളിയിച്ചു. അവൻ ജീവിക്കുന്നു. അവൻ മരണത്തെയും സാത്താനെയും എന്നേക്കുമായി തോൽപ്പിച്ച് അതിജീവിക്കുന്ന നമ്മുടെ രക്ഷിതാവാണ്. തോമസ് വിശ്വസിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരോട് സംസാരിക്കുകയും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. തോമസ് എന്ന ശിഷ്യൻ ആ സമയത്ത് അവരോടൊപ്പം ഇല്ലായിരുന്നു. അവൻ വന്നപ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ട വിവരം അവനോട് പറഞ്ഞു. തോമസ് പറഞ്ഞു, യേശുവിൻ്റെ മുറിവുകൾ കണ്ട് അതിൽ തൊട്ടുനോക്കിയാൽ മാത്രമേ അവൻ വിശ്വസിക്കുകയുള്ളൂ എന്ന്. ഒരാഴ്ച കഴിഞ്ഞ് ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. യേശു അവർക്ക് പ്രത്യക്ഷനായി. തോമസ് യേശുവിനെ കണ്ട മാത്രയിൽ അവനെ കാൽക്കൽ വീണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ എൻ്റെ കർത്താവും ദൈവമേ എന്ന് വിളിക്കുകയുണ്ടായി. പിന്നെ തോമസ് ഒരിക്കലും സംശയിച്ചിട്ടില്ല. യേശു പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്നവൻ അരുളി ചെയ്യുകയുണ്ടായി. സ്വർഗാരോഹണം. യേശുക്രിസ്തു ഉയർത്തതിന് ശേഷം പലതവണ അനേകർക്ക് അവൻ പ്രത്യക്ഷനായി. അവനെ കാണുകയും അവനോട് സംസാരിക്കുകയും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തു.
അവൻ ജീവിക്കുന്നുവെന്ന് അവൻ്റെ ശിഷ്യന്മാർക്ക് സംശയമെന്നെ മനസ്സിലായി. 40 നാളുകൾക്ക് ശേഷം അവൻ സ്വർഗത്തിലേക്ക് പോയി. അവൻ ഈ ലോകത്തിലേക്ക് വന്ന ദൗത്യം നിർവഹിച്ചു. യേശു അവരോട് കൽപ്പിച്ചു, നിങ്ങൾ ലോകമെമ്പാടും പോയി എൻ്റെ സാക്ഷികളായി മറ്റുള്ളവരെ ശിഷ്യരാക്കിക്കൊള്ളുക. അവരെ നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടത് പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും അതവർ അനുസരിക്കുകയും ചെയ്യുമ്പോൾ അവർ എൻ്റെ ശിഷ്യന്മാരായി തീരും. ശിഷ്യന്മാർ കാണുകെ അവൻ സ്വർഗത്തിലെ മേഘങ്ങൾ എടുക്കപ്പെട്ടു. അവൻ അദൃശ്യനാകുന്നവരെ അവൻ ഉറ്റുനോക്കി. അപ്പോൾ 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് അവരോട്, നിങ്ങൾ എങ്ങനെ യേശു സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടുവോ, അപ്രകാരം അവൻ ഒരു നാൾ തിരികെ വരും. ഇപ്പോൾ യേശു സ്വർഗത്തിൽ അവൻ അരുളി ചെയ്തതുപോലെ അവൻ്റെ ജനത്തിനായി ഒരു സ്ഥലമൊരുക്കുകയാണ്. നിങ്ങളും ഈ കർത്താവിനെ വിശ്വസിച്ച് അവനെ അനുഗമിക്കുമോ? അവൻ്റെ ജനമായി അവൻ്റെ വരവെങ്കിൽ നിങ്ങൾ അവനെ എതിരേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുമോ? കുരിശ് മാത്രം. എന്തിനു വേണ്ടി യേശു കുരിശിൽ മരിച്ചു? യേശു ചെയ്യാത്ത കുറ്റത്തിനു വേണ്ടി പാപികളായ നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ കുറ്റം അവൻ സ്വയം ഏറ്റെടുത്ത് രക്തം ചൊരിഞ്ഞ് മരിച്ചു. കുരിശ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തെയും നമ്മെയും തമ്മിൽ വേർപെടുത്തിയ പാപത്തെ മാറ്റുവാൻ യേശു എനിക്ക് വേണ്ടി മരിച്ചു. യേശു പരിശുദ്ധനും പാപരഹിതനും ദൈവകുഞ്ഞാടും പാപികൾക്കുള്ള പാപയാഗവുമാണ്. നാം യേശുവിൽ വിശ്വസിച്ച് പാപത്തെ വിട്ടൊഴിയുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് അപ്പോൾ നാം ദൈവമക്കൾ ആക്കുന്നു. അടുത്ത ചില ചിത്രങ്ങൾ കൂടി അങ്ങനെ ദൈവമക്കളായ നാം അവനെ എപ്രകാരം പിൻപറ്റാം എന്ന് ചിന്തിക്കാം. രണ്ട് പാതകൾ. യേശു നിത്യജീവൻ്റെ വഴിയെക്കുറിച്ച് പഠിപ്പിച്ചു. ആദാമ്യ പാപത്താൽ പാപ സ്വഭാവം ജന്മസിദ്ധമാക്കിയ നാം വിശാലമായ പാപത്തിൻ്റെ പാതയിലാണ് ജീവിതം തുടങ്ങുന്നത്. ദൈവത്തിങ്കിലേക്കുള്ള ഇടുങ്ങിയതും നേരുള്ളതുമായ പാതയിലേക്ക് യേശു ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മെ വിളിക്കുന്നു. ഈ പാത സ്വർഗത്തിലെ നിത്യജീവനിലേക്കുള്ളതാണ്. ഈ ഇടുങ്ങിയതായ പാതയുടെ പ്രവേശനത്തിങ്കിൽ ഒരു കുരിശ് നിൽക്കുന്ന കാണാം. യേശു കുരിശിൽ നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചെന്ന് നാം വിശ്വസിച്ച് പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടുമ്പോൾ നാം ആ പാതയുടെ പ്രവേശനത്തിൽ കടക്കുന്നു. എന്നാൽ ഒട്ടനവധി പേർ ആ പാതയിലേക്ക് മാനസാന്തരപ്പെടുന്നില്ല. കാരണം സ്വർഗത്തിലെ പാത അവർക്ക് ഇടുങ്ങിയതാണ്. നാശത്തിൻ്റെയും നരകത്തിൻ്റെയും വിശാല പാതയിൽ സഞ്ചരിക്കുവാനാണ് അവർക്കിഷ്ടം. എന്നാൽ ഏതു വഴി നീ തിരഞ്ഞെടുക്കുന്നു? എന്തുകൊണ്ട് ഇപ്പോൾ നീ ദൈവത്തോട് അപേക്ഷിച്ചുകൂടാ? കർത്താവായ ദൈവമേ, പരിശുദ്ധനായ അങ്ങ് നിൻ്റെ സന്നിധിയിൽ ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നു. ഞാൻ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു. യേശു ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ക്രൂശിൽ വഹിച്ചു. എന്നോട് ക്ഷമിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ എൻ്റെ പാപങ്ങളിൽ നിന്നും എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. എന്നെ അങ്ങയുടെ പൈതലാക്കണമേ. കർത്താവായ യേശുവേ, അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് കടന്ന് വരണമേ. എന്നെ നിൻ്റെ കുഞ്ഞാക്കി തീർക്കുന്നതോടൊപ്പം കർത്താവേ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്ന് നിൻ്റെ മകനായി ജീവിക്കുവാൻ, മകളായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. നിന്നെ അനുഗമിക്കുവാനും അങ്ങയോടൊപ്പം സ്വർഗത്തിൽ ആയിരിക്കുവാനും എന്നെ അങ്ങ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.